ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ടും ആവശ്യമായ ഒരു സാധനം എന്ന് വെച്ചാൽ തേങ്ങ അരച്ച് ചേർക്കുകയാണ്. അപ്പോൾ തേങ്ങ അരയ്ക്കുന്നത് ഒന്നീ തേങ്ങാ വെള്ളത്തിൽ അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളത്തിൽ വേണം. അപ്പോൾ അത് അരച്ച് മാറ്റി വെക്കുക. കുറച്ച് പഴം അതും അരച്ച് വെക്കുക. പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കുക. പിന്നെ അരിപ്പൊടി, ശർക്കര, പിന്നെ എന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ പൊടി നന്നായി കുഴച്ച് മാറ്റി വെക്കുക. പിന്നെ കുറച്ച് എള്ള്, ജീരകം നെയ്ക്കകത്ത് വറുത്ത് ഇട്ടുക. പിന്നെ ഒരു മണിക്കൂറോളം നമ്മളിതൊന്ന് കുതിരാനായി മാറ്റി വെക്കുക. ഇപ്പോൾ ഇതിനകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം കിട്ടുക എന്ന് വെച്ചാൽ തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ടാണ്, പഴവും ചേർക്കുന്നത് കൊണ്ടാണ് നല്ല സൂപ്പറായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ശർക്കര ചൂടോടെ അരിപ്പൊടിക്കകത്ത് ഒരിക്കലും ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കരുത്. നമ്മുടെ മാവ് വെന്ത് പോവുകയാണ്. അത് അങ്ങനത്തെ ഉണ്ണിയപ്പത്തിനേക്കാളും നല്ല സൂപ്പറാണിത്. പിന്നെ നമ്മൾ കുറച്ച് പരിപ്പ് വട കൂടി ഉണ്ടാക്കി ചായക്കൊരു കടിയാക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ നമ്മുടെ പരിപ്പ് വടയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ എനത്തി. അങ്ങനെ നമ്മുടെ ചായ, പരിപ്പ് വട, ഉണ്ണിയപ്പം റെഡി. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ, ടാറ്റാ.